മലയാളത്തിൽ കിളിക്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷും സുധീഷും ആണെങ്കിലും നമ്മളെ സുനന്ദയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ അമ്മാവൻ്റെ സംസാരത്തിൽ നിന്നാണെങ്കിൽ നമ്മളെ സുനിതയാണെങ്കിൽ ഇവർ അവിടെ ഉണ്ടെന്നുള്ള ഒരു ഇതൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ സുനിത ഓടി വന്ന് ജനലിൽ കൂടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സുധീഷാണെങ്കിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ സുനിതയാണെങ്കിൽ ജനലിൽ കൂടെ വന്ന് നോക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ നോക്കാം ജനലിൻ്റെ സൈഡിൽ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിലും അങ്ങോട്ട് നോക്കുമ്പം സുനിതയെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷിനാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പം സുഭാഷാണെങ്കിൽ സുധീഷിനത് പറയുന്നുണ്ട്, വാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുനിതയാണെങ്കിൽ ഇവരെ നോക്കി കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക. ആ സമയത്ത് സുഭാഷാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടന് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കൊരു സ്മോളൊക്കെ സെറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്താണെങ്കിൽ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നീ ആണെങ്കിൽ മദ്യം വയ്ക്കുവാടാ, മദ്യം വെച്ചിട്ടാണെങ്കിൽ വീടിനകത്ത് കയറി വന്ന് നിൻ്റെ കാല് ഞാൻ തല്ലി ഒടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സുധീഷാണെങ്കിൽ പിന്നെ ഒന്നും പറയത്തില്ല കേട്ടോ. അങ്ങനെ അവർ നേരെ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. വീട്ടിലോട്ട് വന്നിട്ട് പിന്നാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ അടുക്കളയാണെങ്കിൽ ഫുഡൊക്കെ പാചകം ചെയ്യുന്ന കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ അവിടെ സുനിതയെ കണ്ടതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടൊക്കെ നിൽക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധി വന്നിട്ട് പറയും, ഇവിടെ എന്താ അടുപ്പിൽ എന്തോ കരിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ സുധി പറയും, അത് നമ്മൾ വിശന്നിട്ടാണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ വയറ് കരിയുന്നതാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഹരീഷ് പറയുന്നുണ്ട്, ഓ ഏട്ടത്തെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള കോമഡി ആണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ നിധി പറയും, അല്ല അടുക്കളയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ നിധി പറയും, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി അടുക്കളയോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ അവിടെ അടുപ്പിൽ ഇത് എന്തോ സംഭവം കരിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി പറയോ, സുഭാഷ് ഏട്ടാ ഇത് കരിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് സുഭാഷ് അറിയോ, മോളെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷ് ആണെങ്കിൽ അടുപ്പിൽ ഇരുന്ന കരിയുന്ന തോരനെടുത്ത് താഴോട്ട് വയ്ക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷും നികേഷും എല്ലാവരും കൂടെ അടുക്കളയോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഇത് കരിഞ്ഞു പോയത് തോരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വേറെ ഉണ്ടാക്കാമെന്ന് പറയുമ്പം സുധീഷ് പറയാം, ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷ് ആണെങ്കിൽ പോയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് പറയും, എന്തോ കറിയിലോട്ട് ഉപ്പിട്ടാണോ അതോ ഉപ്പിലോട്ട് കറി ഇട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ മൊത്തം ഇത് ഉപ്പാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, നീയും ഹരീഷും കൂടെ പോയാണെങ്കിൽ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഫുഡ് മേടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ സുഭാഷിനെ കൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. നമ്മൾ സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ഏട്ടൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയത്തില്ലടാ, വന്നത് തൊട്ട് എനിക്കാണെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അതിനൊരു വഴിയുണ്ട് സുഭാഷ് ഏട്ടാ, ഒരു റൗണ്ട് കുടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ ആദ്യം ദേഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ സുധീഷ് പറയുന്നുണ്ട്, ഇതെല്ലാത്തിനും ഒരു വഴിയാണ് സുഭാഷ് ഏട്ടാ, ഒന്ന് നമുക്ക് കുടിച്ച് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, അത് അവരാലും വന്ന് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അങ്ങനൊന്നും ഇങ്ങോട്ട് ആരും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ നമ്മൾ സുഭാഷിനെ ആണെങ്കിൽ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ഇതൊന്നും കുടിച്ചിട്ടാണെങ്കിലും ഒന്നും തോന്നില്ലല്ലോ അവിടെ, വെറും പച്ചവെള്ളം കുടിക്കുന്നതൊക്കെയാണല്ലോ ഇരിക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അത് ഒരു പ്രത്യേകം തരം ബ്രാൻഡാണ് സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. സുധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇത് ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ പുറത്ത് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുഭാഷിനെ കൊണ്ടാണെങ്കിലും സുധി കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും സുധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ സുഭാഷിൻ്റെ സങ്കടങ്ങളൊക്കെ എന്താണെന്ന് എൻ്റെ അടുത്ത് പറ, ഞാനാണെങ്കിൽ കേട്ടോളാം എന്നൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷ് ആണെങ്കിൽ നമ്മൾ സുധീഷിൻ്റെ അടുത്തൊക്കെ മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമായിരുന്നു, പക്ഷേ അവരാണെങ്കിൽ വീട് മാറിയൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ ഞാനാണെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഒരു കുട്ടിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവളാണെങ്കിലും പിന്നെ അവളെയും കണ്ടിട്ടില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബസ്സിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അവൾ പോകുന്നതൊക്കെ ഞാൻ കണ്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഈ പണി പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സുനിത വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിലും ഒരു നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ അവളെ വീട്ടുകാരെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ നമുക്ക് ശരിയാവത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ അവളുടെ അടുത്ത് എനിക്കൊരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവൾക്കും ആണെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടമൊന്നും ഞാൻ അവൾക്ക് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഓരോ വീട്ടിലേക്ക് നിനക്ക് പെണ്ണ് കാണാൻ പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഓരോ സമയങ്ങളിലും ഞാൻ ഇതിനൊക്കെ പെണ്ണ് കാണാൻ പോയിട്ടൊക്കെ വന്നിട്ടാണെങ്കിലും എൻ്റെ കല്യാണം ഉറച്ചില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവൾ അറിയുന്ന സമയത്താണെങ്കിൽ അവളെ കണ്ണുകളിലുള്ള തിളക്കമൊക്കെ ഞാൻ മനസ്സിലാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും അവൾ നിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ അന്നാണ് അവൾ എൻ്റെ അടുത്തുള്ള ഇഷ്ടം ആദ്യമായിട്ട് അവൾ എൻ്റെ അടുത്ത് തുറന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അന്ന് തൊട്ടാണെങ്കിൽ എനിക്ക് അവളുടെ അടുത്താണെങ്കിൽ ഇഷ്ടം എനിക്കും തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ നികിയാണെങ്കിലും നമ്മളെ ഹരീഷാണെങ്കിലും ഒക്കെ അങ്ങോട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധി എടുത്തിട്ടാണെങ്കിൽ നമ്മളെ സുഭാഷ് ആണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ വിരൽ ചൂണ്ടിട്ട് പറയുന്നുണ്ട്, മോളെ ഇപ്പോഴാണ് നിൻ്റെ പേരിനാണെങ്കിൽ യഥാർത്ഥത്തെ ഒരു അർത്ഥം വന്നത്, നിധി, നീ ഈ വീട്ടിലൊരു നിധി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടനാണെങ്കിലും മദ്യം കൊടുത്തത്, ഏട്ടനാണെങ്കിൽ ഇതൊന്നും ശീലമില്ലാത്ത
എങ്ങനത്തെയാണെന്ന് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ നീ അവനെ വഴക്ക് പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടാണെങ്കിൽ നമ്മൾ ഹരീഷിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷിനെ ആണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടാണെങ്കിൽ കുപ്പിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളത് മണപ്പിച്ച് നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവർ നമ്മൾ ഹരീഷൊക്കെ ആണെങ്കിൽ അത് മണപ്പിച്ച് നോക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് പച്ചവെള്ളമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ സുഭാഷ് ചേട്ടൻ ഫിറ്റായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധി പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ്റെ മനസ്സാണ് ഫിറ്റായിട്ട് സുഭാഷ് ചേട്ടൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിക്കാണെങ്കിൽ നമ്മൾ സുധിയെ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോഴാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സുധിയാണെങ്കിൽ നമ്മളെ നിധിയെടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ സുഭാഷ് ചേട്ടാ ഇത് ഇത്രയേ ഉള്ളൂ, ആളൊരു പാവമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മറ്റൊരു പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഉറക്കമില്ല, ഞങ്ങൾക്ക് ഇന്നാണെങ്കിൽ ശിവരാത്രിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മളെ നികേഷ് ആണെങ്കിലും വന്ന് സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധി പറയുന്നുണ്ട് ഇല്ല ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് അതെന്താ ഞായറാഴ്ച ആണെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കി ഇടുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധി ആണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേണ്ട വേണ്ട എൻ്റെ അടുത്ത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അവിടെ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധി ആണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് ഇപ്പോൾ പാട്ടൊക്കെ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ നികേഷ് ആണെങ്കിലും പറയുന്നുണ്ട് അതിന്ന് സുനിതേച്ചിയുടെ ആണെങ്കിൽ നിശ്ചയമില്ലേ അപ്പം അവിടുത്തെ പാട്ടായി കേൾക്കുന്നത്, നമ്മൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് തിരിച്ച് വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഇത് എവിടെ നിന്ന് ഈ പാട്ട് ഇത്രയും സൗണ്ടൊക്കെ കേൾക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സുധിയാണെങ്കിൽ പറയുന്നുണ്ട് അതിന്ന് സുനിതയുടെ നിശ്ചയമില്ലേ അപ്പം നമ്മൾ കേൾക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവർ പാട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിലും നമ്മൾ സുഭാഷിനെ തേടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി ഇങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നമ്മൾ ചാനൽ പുറത്താണെങ്കിൽ ഇങ്ങനെ കോലയിലാണെങ്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വിഷമിച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ സുഭാഷ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.